തുടർച്ചയായി 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറി ശശി തരൂർ. എന്നാൽ ഇത്തവണ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. നന്നായി കിതച്ച ശേഷമായിരുന്നു ആ കുതിപ്പ്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിലെല്ലാം രാജീവ് ചന്ദ്രശേഖരനായിരുന്നു മുന്നേറ്റം. തീരദേശ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോഴാണ് ശശി തരൂരിന് തിരിച്ചുവരവിന് വേദിയൊരുങ്ങിയത്. ഇടതുമുന്നണി പതിവ് പോലെ 3ാം സ്ഥാനത്ത് തുടർന്നു. തലസ്ഥാനത്ത് വീണ്ടും തരൂർ തന്നെ താരം. തുടർച്ചയായി 4ാം തവണയും വിജയ് എന്ന റെക്കോർഡ് കരസ്ഥമാക്കാൻ പക്ഷേ തരൂരിന് നന്നായി വിയർക്കേണ്ടി വന്നു. 2014 ഓർമ്മിപ്പിക്കുന്നതായിരുന്നു തലസ്ഥാനത്തെ ത്രില്ലർ പോരാട്ടം. ആശങ്കയ്ക്കൊടുവിൽ വിജയതീരത്ത് നങ്കൂരമിട്ട തരൂരിനെ പ്രവർത്തകർ കിരീടമണിയിച്ചു വരവേറ്റു. അനന്തപുരത്തെ ജനങ്ങൾ എനിക്ക് ഈ 3 തവണ നൽകിയെന്ന വിശ്വാസം ഒരു 4ാം തവണയും കൂടി നൽകിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോട് പ്രവർത്തിക്കും. ഞാൻ വിചാരിച്ചത് 2019 പോലെ ആയിരിക്കും, പക്ഷെ ശരിക്കും 2014 പോലെ ആയി വന്നു. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തിയ രാജീവ് ചന്ദ്രശേഖരെ തളച്ചത് തീരദേശ വോട്ടർമാർ. പ്രചാരണ വേളയിൽ തീരദേശ മേഖലയിലായിരുന്നു BJPയും രാജീവ് ചന്ദ്രശേഖറും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വന്നതോടെ തിരുവനന്തപുരത്ത് വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു BJP ക്യാമ്പ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടർമാരും തീരദേശ മേഖലയും ചേർന്ന BJPയുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തുകയായിരുന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും മുന്നേറാൻ തിരുവനന്തപുരത്തെ മുൻ MP കൂടിയായ പന്ന്യൻ രവീന്ദ്രനായില്ല. ഇടതുമുന്നണിക്ക് ഇത്തവണയും ഇടം 3ാം സ്ഥാനത്താണ്. ശ്രദ്ധേയ പോരാട്ടം നടന്ന തലസ്ഥാനത്ത് കാറ്റ് എങ്ങോട്ട് വീശുമെന്നതിൽ മുന്നണികൾക്ക് ആശങ്കകൾ ഏറെയായിരുന്നു. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് തകർന്നു തരിപ്പണമായ UDFന് ആശ്വാസമായി പകരുന്നതായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.